ഹലോ സല്ലാണ്ട്രാ, എന്താണ്ട്രാ? എന്തായി? എന്താവാൻ? ഞാൻ അങ്ങോട്ട് വരട്ടെ? അതെ, ഇവിടെ ടിക്കറ്റ് വെച്ച് സിനിമ കാണിക്കല്ല, എല്ലാരും കൂടെ തള്ളിക്കരിഞ്ഞിട്ട് വരാം. എന്റെ ഫസ്റ്റ് നൈറ്റാ. എടാ അതെനിക്ക് മനസ്സിലായി. നീ കെട്ടിയേക്കുന്നത് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത പെണ്ണിനെ അല്ലേ? എടാ അന്തവും കുന്തവും ഇല്ലെങ്കിൽ ഞാനങ്ങ് സഹിച്ച്. അല്ലടാ ആ പെണ്ണ് വിടുവായിത്തരവും പറയും. വിടുവായിത്രം പറയുമെങ്കിൽ ഞാനങ്ങ് സഹിച്ച്. എടാ എന്റെ വീടിന്റെ ജപ്തി നോട്ടീസ് വന്നു കിടന്നപ്പോ നീ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? ദീപ്തി അല്ല നോട്ടീസ് അയച്ചത്, ജപ്തി നോട്ടീസ് അയച്ചത്. 10 ലക്ഷം രൂപയാ. അന്നേരം ഈ പെണ്ണിന്റെ വീട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനങ്ങ് സമ്മതിച്ചത്. കുഴപ്പമില്ല. മാത്രമല്ല നിനക്ക് വേറെ കാര്യം അറിയാവോ? ഇന്ന് ആദ്യ രാത്രിയല്ലേ, അവരുടെ ആചാരപ്രകാരം ശാന്തി മുഹൂർത്തം നാളെയാ കുറിച്ചിരിക്കുന്നത്. ശാന്തി മുഹൂർത്തം ഇന്ന് തെറ്റിക്കാതിരുന്ന 5 ലക്ഷം രൂപ കൂടെ തരാന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ പിന്നെ അതും കൂടെ വാങ്ങിച്ച് എന്റെ കടമൊക്കെ ജീവിച്ചിട്ട് എനിക്ക് ആ കൊച്ചിനെ കെട്ടി സന്തോഷമായിട്ട് ജീവിച്ചുകൂടാടാ. കേട്ടോ, വരണോ ചേട്ടാന്ന് കേക്കാവടാ അതിനൊക്കെ. ഞാൻ വന്ന് സംസാരിക്കാം, പുള്ളിക്കാരി വരുന്നുണ്ട്. ഞാൻ വന്ന് സംസാരിക്കാം, പുള്ളിക്കാരി വരുന്നുണ്ട്. വരുണേട്ടൻ എവിടെ? വരുണേട്ടൻ? ഞാൻ വിചാരിച്ചേ പടവലങ്ങ തൂങ്ങി കിടക്കുവാന്ന്. തമാശക്കാരിയാണല്ലേ? അയ്യോ ഇതെന്താ? അയ്യോ ഇതെന്താ? നാണം കൊണ്ട് കളം വരയ്ക്കാൻ പറഞ്ഞു. ആര്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന റൂബി മോള്. അപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന റൂബിയൊക്കെയാണ് കൂട്ടുകാരികള്? അതെ. ഇത് ഒരു നടക്ക് പോകുന്ന ലക്ഷണം കാണുന്നില്ല. പാലെടുക്കട്ടെ? പാലെടുക്കാൻ ഞാൻ റബ്ബറല്ല, പ്ലംബറാണ്. അതല്ല 1 ഗ്ലാസ് പാല് തരാൻ പറഞ്ഞു. ആര്? അമ്മ. അമ്മയോ? ഏട്? കാല് തൊട്ട് തൊഴാൻ പറഞ്ഞു. ആര്? അച്ഛൻ. നിനക്ക് സ്വന്തമായിട്ട് പറയാനൊന്നുമില്ലേ? വാ കിടക്കാം. ഞാന് അപ്പൂന്റെ കൂടെയാ കിടക്കാറ്. അപ്പു ആരാണ്? എന്റെ പെറ്റ. ദൈവമേ, പെറ്റതിനേക്കാണോ എന്റെ തല വെച്ച് കെട്ടിയത്? അമ്മ പറഞ്ഞു ഇനി മുതൽ അപ്പൂന്റെ കൂടെയല്ല കിടക്കേണ്ടത്, വരുണേട്ടന്റെ കൂടെയാണ്. അപ്പു എന്ന് പറയുന്ന പട്ടിക്കുട്ടിയാണല്ലേ? എങ്ങനെ മനസ്സിലായി? എന്റെ കൂടെ കിടക്കാൻ അമ്മ പറഞ്ഞപ്പോഴേ മനസ്സിലായി. പടക്കേ പുറത്ത് അമ്മായിയെ എനിക്ക് എന്തൊക്കെയാ കൊടുത്തു വിട്ടേക്കണെന്നറിയോ? എന്തൊക്കെയാ കൊടുത്തു വിട്ടേ? മാങ്ങ, തേങ്ങ, ചക്ക, ഒലക്കയോ? അമ്മായി കൊടുത്തു വിട്ടു? അമ്മായി കൊടുത്തു വിട്ടു. അമ്മാവ് മരിച്ചല്ലോ? അമ്മാവ് മരിച്ചു. അപ്പൊ ഒലക്കയുടെ ജ്യൂസ് കഴിഞ്ഞു കാണും. ഓറഞ്ച് എടുക്കട്ടെ? ഉയരെടുക്കരുത്. ഓറഞ്ച് അല്ല, ഒരു സെക്കൻഡ്. നമ്മുടെ ഇവിടെ എന്തിനാ ഇത് കൊണ്ട് വെച്ചേക്കുന്നത്? അയ്യോ അതെന്താന്നറിയാമോ? ഒരുപാട് പഴങ്ങൾ ഇങ്ങനെ ഇരിക്കുവല്ലേ, അപ്പൊ എലി വന്ന് തിന്നാതിരിക്കാൻ വേണ്ടിട്ടേ എലിപ്പെട്ടി വെച്ചേക്കുവാ അമ്മായി. അമ്മായിയുടെ ഓരോ ബുദ്ധി. ഓറഞ്ച് പൊളിക്കട്ടെ? എനിക്കിപ്പോ വിശക്കുന്നില്ല മോളെ. അയ്യോ കഴിക്കാനല്ല, പിന്നെ കണ്ണി പീച്ചി കളിക്കാനാ. എങ്ങനെ? നീ ശാന്തി മുഹൂർത്തം തെറ്റിച്ചാ? ഇല്ല, തൊലി കണ്ണിപ്പീച്ചി കളിച്ചതാ. ആര്? കുട്ടിമാളു. സ്വാഭാവികം. അതല്ല, എന്റെ കണ്ണി ഊതുവോ? പിന്നെ കണ്ണില് ഞാൻ ഊതറാം. പോയി കാണും. പോയിന്നാ തോന്നണേ. ഇങ്ങനെ പോയാ ശരിയാവൂല. ഇങ്ങനെ പോയാ ശരിയാവത്തില്ല. ഇങ്ങനൊന്ന് കാണിച്ചേ മോൾ, അങ്ങനെ ആക്കി. ഇപ്പൊ സുഖമുണ്ട്. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളു. അമ്മായി പറഞ്ഞത് നേരാ. എന്താ? ചേട്ടൻ ഭയങ്കര ബുദ്ധിമാനാന്ന്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാലേ സത്യം പറയോ? ആദ്യരാത്രിയുടെ മൂടിലോട്ടൊക്കെ വരുന്നുണ്ട്. ഉടുമ്പ് കേറി പിടിച്ച ഒരു ഫീൽ, അതുകൊണ്ട് കൈ വലിച്ചതാ. ഉടുമ്പല്ല, കുട്ടിമാളുവാ. രണ്ടും കണക്ക് തന്നെ, പിടിച്ചാ പിടി വിടത്തില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയോ? സത്യമേവ ജയതേ. ചേട്ടൻ പ്രേമിച്ചിട്ടുണ്ടോ? ഞാൻ പ്രേമിച്ചിട്ടില്ല. ഇല്ലേ? അപ്പൊ ചേട്ടനാണല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? എന്റെ മാമൻ പറഞ്ഞേ ആണുങ്ങളാകുമ്പോ
പ്രേമിക്കുമെന്ന്. പ്രേമിച്ചിട്ടുണ്ട്. പറയോ? അത് ഞാൻ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് ഒരു സുന്ദരിയായ പെൺകുച്ചിയോട് എനിക്ക് ഭയങ്കര പ്രേമം തോന്നി. അപ്പൊ ഞാൻ ആ കൊച്ചിന്റെ മുഖത്ത് നോക്കി ഞാൻ ചെന്നിട്ട് പെട്ടെന്ന് എന്താ അത്ഭുതം, എന്റെ മനസ്സിൽ പ്രേമമില്ല. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, ഞാൻ കെട്ടുന്ന പെണ്ണിനെ മാത്രമേ ഞാൻ കെട്ടത്തോളെന്ന് പറഞ്ഞത്. അങ്ങനെ എടുത്താണ് ഞാൻ. എന്നെ നീ സംശയിച്ചില്ലേ? സംശയിച്ച് ഭാര്യ ഭർത്താക്കന്മാരായ സംശയിച്ചൂടാ. സംശയമല്ല. എന്നാലും ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാൻ പോയിരുന്നില്ലേ? സദ്യ കഴിച്ചോണ്ടിരുന്നപ്പം എനിക്കൊരു പപ്പടം വിളമ്പി, മോൾക്ക് 2 പപ്പടം വിളമ്പി. ആരുടെ അവൻ? അയ്യോ, അതെന്റെ കൂടെ 5ാം ക്ലാസ്സിൽ പഠിച്ച അഭിമന്യു. അവൻ കല്യാണം കഴിച്ചോ? അവൻ കല്യാണം കഴിച്ചു. കുട്ടികളുണ്ട്. കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാ, അതെ, നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, നമുക്ക് 8 കുട്ടികളെങ്കിലും വേണം. അപ്പൊ എനിക്ക് വേറെ പണിക്കൊന്നും പോകണ്ട. എവിടുന്നാ ഒരു പാട്ട് കേൾക്കുന്നേ? ഞാൻ കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. പാട്ട് പാടുവോ? ഞാൻ പാട്ട് പാടത്തില്ല. പാടൂലേ? പക്ഷെ ഞാൻ എഴുതും. എങ്ങനെ? അതായത് ഈ സിനിമ ഗാനങ്ങളൊക്കെ ഇല്ലേ, അത് ഞാൻ വാട്സപ്പിനകത്ത് ഓരോരുത്തർക്ക് ഓരോ സിനിമ പാട്ടുകളുടെ വരികൾ എഴുതി കൊടുക്കും. ആണോ? ഏത് വരി? അതായത് ഇപ്പൊ ഒരു പെണ്ണ് പക്ഷെ ഞാനിപ്പോ നിർത്തി. അതെന്താന്ന് വെച്ചാൽ, ഒരു പെണ്ണ് ഞാനൊരു പാട്ടിങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യാണല്ലോ. ഇപ്പൊ ഒന്നു തൊടാനുള്ളിൽ തീരാമോ, അങ്ങനത്തെ പാട്ടില്ലേ, അത് ഞാൻ ടൈപ്പ് ചെയ്തപ്പം ഒന്നു തൊടേന്നുള്ള അങ്ങനെ ആയിപ്പോയി. അയ്യോ, അപ്പൊ അവിടെ ആങ്ങളമാര് വന്ന് എന്റെ എഴുത്തൊക്കെ അങ്ങ് നിർത്തി. സാരമില്ല, ഇനി തൊടേന്നുള്ളുമ്പോ ശ്രദ്ധിക്കണേ. അതെ, ഞാനാ സ്കൂളിൽ പാട്ട് പാടും. സ്കൂളിൽ പാട്ട് പാടുവോ? സംഘഗാനം 8 പേരാ ഞങ്ങള്. ഏത് പാട്ട് പാടുന്നത്? അത് കിലുകിലുക്കാൻ ചെപ്പേക്കിങ്ങിണി. കീച്ചം പാട്ടാണ്. അയ്യോ വേണ്ട, 5 ലക്ഷം പോകാം. ഞാനാ മെയിൻ. മോളാണോ മെയിൻ? ആ പാട്ട് എനിക്കൊന്ന് പാടി തരുവോ? പാടട്ടെ. അയ്യോ വേണ്ട, 5 ലക്ഷം പോകാം. ഞാനാ മെയിൻ. മോളാണോ മെയിൻ? ആ പാട്ട് എനിക്കൊന്ന് പാടി തരുവോ? പാടട്ടെ. 3, 4 ചിഞ്ചിക്ക ചിഞ്ചിക്ക ചിഞ്ചിക്ക. മറ്റേ കിളികിളിക്കാൻ പാട്. അയ്യോ, കിലുകിലുക്ക ചെപ്പേക്കിങ്ങിണി അവര് 7 പേരാ പാടുന്നേ. നീ എന്താ പാടുന്നേ? ചിഞ്ചിക്ക ചിഞ്ചിക്ക. നിനക്ക് ചിഞ്ചിക്കാൻ മാത്രമേ ഉള്ളൂ. ഹണിമൂണ് നമ്മളെവിടെയാ പോവാ? ഈ ചിഞ്ചിക്കാൻ കൊണ്ട് ചെന്ന് കയറി കൊടുത്താ മതി. അല്ലെങ്കിൽ ഹണിമൂണ് പോണ്ട. നമുക്ക് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷാവൂലേ, അവിടെ വരെ പോവൂ. അപ്പൊ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോവാ? കല്യാണ വർഷം, ആദ്യത്തെ വർഷം, 1ാം വാർഷികത്തിന് നിന്നെ ഞാൻ സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുപോകും. 1ാം വാർഷികത്തിന് സ്വിറ്റ്സർലൻഡിലാണെങ്കിലേ 25ാമത്തെ വാർഷികത്തിന് നമ്മൾ എവിടെ ആയിരിക്കും പോവാ? 25ാമത്തെ വാർഷികത്തിന് ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്നെ ഇനി വിളിച്ചോണ്ട് വരും. വിളിച്ചോണ്ട് വന്നിട്ട് 25 വർഷം കഴിഞ്ഞ് കൊണ്ടുവന്നല്ലേ. അപ്പൊ നിന്നോട് ഒരുപാട് സംസാരിക്കാനില്ലേ. അപ്പൊ എന്റെ 5 ലക്ഷം രൂപ പോകുമല്ലോ. പോയാലും വേണ്ടിയില്ല. നിന്നോട് മിണ്ടാൻ, നിന്നെ തലോടാൻ, ചുണ്ടോട് ചുണ്ടിൽ തേനുണ്ട് പാടാൻ, മോഹിച്ചു നിൽപ്പാണു ഞാൻ. നമ്മൾ എപ്പോഴാ ഡിവോഴ്സ് ആവുക? മയിലായി പറന്നുവ. എന്താ ചേട്ടന്റെ മുഖത്തൊരു കുണ്ടിതം? അത് ഞാന് അവല് ടാബ്ലറ്റ് കഴിച്ചതാ. അവള് ടാബ്ലറ്റ് കഴിച്ചതിന് ചേട്ടൻ എന്തിനാ കുണ്ടിതം? ആരടി നിന്റെ ഗ്രൂമർ? എന്റെ അച്ഛനാ. കൊറേ തമാശ പറയും അച്ഛൻ. വാരി അങ്ങ് പൊതിഞ്ഞു വെച്ചേക്കുക. എന്ത്? ചളി. ലൈറ്റ് ഓഫ് ആക്കാം. നിനക്ക് നാണോ മാനോ ഇല്ലേ? നാണുമാവന്റെ കാര്യം പറഞ്ഞപ്പോഴാ കല്യാണത്തിന് വന്നിരുന്നല്ലോ. അല്ല, ചേട്ടന്റെ ഒരു അമ്മാവനില്ലേ? അമ്മാവൻ എന്താ നമ്മുടെ കല്യാണത്തിന് വരാഞ്ഞേ? അമ്മാവന്റെ തേങ്ങ കച്ചവടക്കാരനാ അമ്മാവനെ. അമ്മാവൻ നിന്നൊരു പിടിവാശിക്കാരനാ. അതാണോ കല്യാണത്തിന് വരാഞ്ഞേ? അമ്മാവന്റെ പിടിവാശിയാണ്. അമ്മാവൻ ഇത് കണക്ക് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ വീട്ടുകാർക്ക് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, ഞാൻ വരുന്നില്ല പെണ്ണ് കാണാൻ, ഞാൻ കല്യാണത്തിന് അന്ന് മാത്രമേ പെണ്ണെ കാണത്തുള്ളൂ. പിടിവാശി ജയിച്ചു. എന്നിട്ട് ആദ്യ രാത്രിയിൽ അമ്മാവൻ നോക്കുമ്പോ ഇത്രയും മണ്ണുള്ളൊരു പെണ്ണ്. ആദ്യ രാത്രിയിലാ അമ്മാവൻ ആ പെണ്ണിനെ കാണുന്നത്. ആണോ? അയ്യോ, എന്നിട്ട് അമ്മാവൻ എവിടെ? അമ്മാവനെ പിന്നെ ഞങ്ങൾ ആരും കണ്ടു. അതാണോ അമ്മാവൻ കല്യാണത്തിന് വരാഞ്ഞേ? അതാണ്. ലൈറ്റ് ഓഫ് ചെയ്യാം. ഈ
ലൈറ്റ് അവിടെ കിടക്കട്ടെ. ആ. ലൈറ്റ് അവിടെ കിടന്നില്ലെങ്കിൽ കള്ളന്മാർ കയറി 5 ലക്ഷം അല്ല 5 ലക്ഷം ഇല്ല നിന്റെ സ്വർണ്ണം കൊണ്ടുപോകില്ലയോ? അപ്പൊ ഈ ലൈറ്റ് അവിടെ കിടക്കട്ടെ, അതിന്റെ കറണ്ട് ചാർജ് ഞാൻ കൊടുക്കാം. ലൈറ്റ് അവിടെ കിടക്കട്ടെ. അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. നമുക്ക് ഇവിടെ കിടക്കാം. വാ വാ. വരുന്നില്ല വരുന്നില്ലേ? വരുന്നില്ല. ഇവിടെ ഇല്ല. ഇവിടെ ഇരിക്ക്. ഇരിക്കുന്നില്ല. ഇവിടെ ഇരിക്ക്, ഇവിടെ ഇരിക്ക്. യാ. യാ.